നമുക്കിപ്പം റിട്ടയർഡ് SP സുഭാഷ് ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഷെർലി വാസു എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരുപക്ഷെ ഗോവിന്ദചാമിയും സൗമ്യ കൊലക്കേസുമായിരിക്കും മനസ്സിലേക്ക് ഓടി വരിക. അത് ആദ്യത്തേതാണ്. അങ്ങനെ ഒട്ടനവധി കേസുകളിൽ നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാൻ ഷെർലി വാസുവിന് പോലീസിനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തുടക്കം മുതലേ എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. റിട്ടയർ ചെയ്യുന്നത് ഇപ്പോഴും അതിനുശേഷവും. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ഫോറൻസിക് മെഡിസിനിൽ അഗാധമായ അറിവും പാണ്ഡിത്യമുള്ള ആളാണ്. അത് പരിപൂർണമായിട്ടും ഒരു കേസിന്റെ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പരമാവധി സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായി പറയാൻ പറ്റും. അവര് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരെ ഞാൻ പലപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവരുടെ കൂടെ അനുവാദത്തോടുകൂടി ഞാൻ പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്ന് അവർ ചെയ്യുന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ ദൃക്സാക്ഷിയാണ്. ഞാൻ പല കേസുകളിൽ ഒരു ഡസനിലധികം കേസുകളിൽ ഞാൻ പ്രത്യേകിച്ച് വളരെ സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ നിൽക്കാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവർ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവർ നോട്ട് എഴുതുകയും അതിനുശേഷം അവർ അതിനകത്തിലെത്തുന്ന നിഗമനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഖണ്ഡിതമായിട്ട് ആരുടെ മുമ്പിലും സമർപ്പിക്കാൻ കഴിവുള്ള ഒരു അപാര വ്യക്തിത്വമായിരുന്നു എന്നുള്ളതിന് നമുക്ക് തീർത്തും സംശയരഹിതമായി പറയാൻ പറ്റും. അതുപോലെ തന്നെ കോടതിയില് അവരെ സംബന്ധിച്ചുള്ള ഒരു കോടതിയിൽ അവർ തെളിവ് കൊടുക്കുന്ന അവസരത്തില് ഒരു രീതിയിലും ഈ ഡിഫൻസ് ലോയർമാർക്ക് പിടികൊടുക്കാത്ത രീതിയിൽ വളരെ വിദഗ്ധമായ രീതിയിൽ അവരുടെ പാണ്ഡിത്യം വെച്ച് അറിവ് വെച്ച് അതിനേക്കാൾ ഉപരി അതിനെ വിശകലനം ചെയ്യാനുള്ള കഴിവ് വെച്ച് അവര് കണ്ടെത്തിയ കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിന് അതീവ പ്രാഗൽഭ്യവും അഗ്രഗണ്യവുമായിട്ടൊരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരവധി കേസുകളിൽ പോലീസിനെ സംബന്ധിച്ചോളം സംശയലേശമന്യേ മരണകാരണം സമർത്ഥിച്ചെടുത്ത് പോലീസിന് തെളിവ് ശേഖരണത്തിന് സഹായമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് തന്നെയല്ല, പല കേസുകളിലും സംശയം തോന്നുന്ന അവസരത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് വന്നതിന് ശേഷം അതിന് ഒരു ഫൈനൽ ഒപ്പീനിയൻ തരുന്നതിന് വേണ്ടിയുള്ള താല്പര്യം കാണിച്ചിരിക്കുന്നു. അത് അപൂർവമായി മാത്രമേ ഈ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ അങ്ങനെയുള്ള വ്യക്തിത്വം ഉണ്ടായിരുന്നുള്ളൂ. അതിലും മറ്റാളുകളെ മറികടക്കുന്ന രീതിയിൽ ഒരു വ്യക്തിത്വമായിരുന്നു. എന്തു വന്നാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൗമ്യ വധക്കേസിൽ അവര് വ്യക്തിപരമായ വിദ്വേഷത്തിനിടയിൽ അവരൊരു കോൺട്രവേഴ്സിപ്പെട്ടു എന്നല്ലാണ്ട് കോടതി പൂർണ്ണമായിട്ടും ഇവരുടെ നിഗമനത്തിന് അടിസ്ഥാനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാണ്ട് ഒരു കേസിലും ഒരു രീതിയിലുള്ള തർക്കമോ അതുപോലെ തന്നെ സംശയങ്ങളോ വിമർശനങ്ങളോ ഏറ്റുവാങ്ങാതെ ഈ ഒരു കേസ് ഒഴിച്ച് ഒരു കേസിൽ പോലും സംശയങ്ങൾക്ക് വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു സംസാരിച്ചതിന്.